ഇടവപ്പാതിയോടെ വയലുകളിൽ ദൃശ്യവിരുന്നായി ദേശം താണ്ടിയെത്തിയ ജലപക്ഷികൾ യാത്രയാകാനുള്ള ഒരുക്കത്തിൽ. ചേന്നമംഗളൂർ, പുൽപ്പറമ്പ്, ആറ്റുംപുറം, മണ്ണാശ്ശേരി, പൊറ്റാശ്ശേരി, നായർകുഴി, കാരശ്ശേരി, കൊടിയത്തൂർ തുടങ്ങി മലയോര പ്രദേശങ്ങളിൽ വർഷം തോറും വിരുന്നെത്തിയ ജലപക്ഷികളാണ് യാത്രയാകുന്നത്. അരിവാൾകൊക്കൻ, ഇരട്ടക്കൊക്കൻ, ബകം, ചിന്നമുണ്ടി, ചായമുണ്ടി, പെരുമുണ്ടി, ഇരണ്ടപ്പക്ഷികൾ തുടങ്ങിയ ഒട്ടേറെ ജലപക്ഷികൾ കൂട്ടത്തോടെ ഈ മാസാവസാനത്തിൽ യാത്രയാകുന്നത്. പലരും കുഞ്ഞുങ്ങളുമൊത്താണ് യാത്രയാകാറുള്ളത്. വയലുകളോട് ചേർന്ന മരങ്ങളിലും കുറ്റിച്ചെടികളിലും മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചെങ്കിലും ഇക്കുറി പലരും വെള്ളപ്പൊക്ക ഭീഷണി നേരിട്ടിരുന്നു. ഇത്തരം ജലപക്ഷി കുഞ്ഞുങ്ങൾ ജലത്തിലൂടെ ഒഴുകി നടക്കുന്നതിനെ രക്ഷപ്പെടുത്തിയത് എൻലൈറ്റ് ന്യൂസ് വാർത്തയാക്കിയിരുന്നു. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റുമാണ് ജലപക്ഷികൾ ധാരാളമായി എത്തിയിരുന്നത്. വയലുകളിലെ പ്രാണികളെയും പരലുകളെയും പിടികൂടി കൂട്ടമായിട്ടുള്ള സഞ്ചാരവും അതേസമയം താറാവ് വർഗത്തിൽപ്പെട്ട ഇരണ്ടപ്പക്ഷികൾ പ്രത്യേകം വിസിലടി ശബ്ദമുയർത്തി വയലുകളിലെ മുകളിൽ വട്ടമിട്ട് പറക്കുന്ന കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. അരിവാൾകൊക്കൻ പക്ഷികൾ തല താഴ്ത്തിയും നീണ്ട കഴുത്തു ചലിപ്പിച്ചുമുള്ള നടത്തവും ചായമുണ്ടിയുടെ നീണ്ട മെലിഞ്ഞ കഴുത്തും ശരീരത്തിലെ മഞ്ഞയും തവിട്ട് നിറവും മഞ്ഞക്കണ്ണും ആകർഷണമാണ്. കൂട്ടത്തോടെ സഞ്ചരിക്കുന്ന കാലിമുണ്ടിയുടെ ഇടയ്ക്കുള്ള വർണ്ണമാറ്റവും വേറിട്ട ദൃശ്യവിരുന്നാണ്. ആഗസ്റ്റ് മാസാവസാനത്തോടെ വയൽ വിട്ട് ജന്മനാട്ടിലേക്ക് യാത്രയാവുകയാണ് ജലപക്ഷികൾ. എൻലൈറ്റ് ന്യൂസ്, മുക്കം.